ഹായ് ഫ്രണ്ട്സ്, അഷ്റഫ് ചിറ്റാറിയിൽ പാലക്കാട് AFC ക്രിയേഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിഷയത്തെ ചൊല്ലി തർക്കങ്ങളാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഒരു കോപ്പിയുടെ പേസ്റ്റാണ്, അതെനിക്ക് വാല്യുബിളായിട്ട് തോന്നി. ഞാനിടുന്ന ഓരോ വീഡിയോയും അങ്ങനെയുള്ള പോസ്റ്റിന് എനിക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റ് പറയുന്നത് ലക്ഷ്മി ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു വിവാദവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. വേറൊന്നുമില്ല, ലെസ്ബിയൻ ബന്ധവും ബിഗ് ബോസ് വേദലക്ഷ്മിയുടെയും അഭിപ്രായവും തമ്മിലുള്ള പരാമർശം. അതായത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ലക്ഷ്മി തുറന്നു പറഞ്ഞത് ലെസ്ബിയന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നായിരുന്നു. അവരുടെ ഉദ്ദേശം നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ഇന്നും സമലിംഗ ബന്ധത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന സത്യാവസ്ഥ തുറന്നു പറയുക എന്നതായിരുന്നു ലക്ഷ്മിയുടെ പ്രസ്താവന. സത്യത്തിൽ ഈ പ്രോഗ്രാമിലെ പ്രതികരണം ഈ പരാമർശത്തിന് പിന്നാലെ ബിഗ് ബോസ് ഷോയിൽ തന്നെ ചില മത്സരാർത്ഥികളും അതിൽ തന്നെ അവതാരകനായ മോഹൻലാൽ ഉൾപ്പെടെ പലരും ഇത്തരം ബന്ധങ്ങളെ നോർമലൈസ് ചെയ്യണം എന്ന നിലപാടുകൾ പ്രകടിപ്പിച്ചു. സെലിബ്രിറ്റി ആയിട്ടുള്ള മോഹൻലാൽ പലതവണ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതോടെ പ്രേക്ഷകർക്ക് ഇതൊരു അജണ്ട പോലെ തോന്നാൻ തുടങ്ങി. എതിർക്കുന്നവരുടെ വാദങ്ങൾ, കുടുംബത്തിൻ്റെ നിലപാട്, പല രക്ഷിതാക്കളും തുറന്നു പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇത്തരം ബന്ധങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. വേദലക്ഷ്മി പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന വാക്ക് പലർക്കും വാസ്തവമായ ഫാമിലി സെൻറ്റിമെൻ്റായി തോന്നി. ഓരോ കുടുംബത്തിനും അവരുടെ വിശ്വാസവും വാല്യൂവും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ കാര്യം, മതവും സംസ്കാരവും. ഭൂരിഭാഗം മതങ്ങളും സമലിംഗ ബന്ധത്തെ അംഗീകരിക്കുന്നില്ല. നമ്മുടെ സംസ്കാരവും കുടുംബ സംവിധാനം പുരുഷനും സ്ത്രീയും ചേർന്നുള്ള വിവാഹമാണ്. തലമുറകളായി പിന്തുടർന്നു വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കുട്ടികളും യുവജനങ്ങളും ബിഗ് ബോസ് പോലുള്ള ഫാമിലി ഓഡിയൻസിലുള്ള പ്രോഗ്രാമുകളിൽ ഇത്തരം കാര്യങ്ങളെ വീണ്ടും നോർമലൈസ് ചെയ്താൽ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഇതാണ് ശരി എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഇടയുണ്ട്. ഭാവി തലമുറയിൽ ഫാമിലി, പാരന്റും, നാച്ചുറൽ റിലേഷൻഷിപ്പ് എന്നീ ആശയങ്ങൾ ദുർബലമാകുമെന്നതാണ് ഭയം. പ്രചാരണമല്ല, വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ്. ഓരോരുത്തർക്കും പ്രൈവറ്റ്ലി അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ടെലിവിഷൻ പോലുള്ള മാസ് പ്ലാറ്റ്ഫോം റിപ്പീറ്റഡ്ലി സെയിം ജെൻഡർ ലവിനെ നോർമലൈസ് ചെയ്യുന്നത് പേഴ്സണൽ ചോയ്സ് എന്നതിലുപരി പ്രൊമോഷനായി തോന്നുന്നു. ശ്രീ മോഹൻലാൽ പോലുള്ള വലിയ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തി തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇൻറ്റൻഷണൽ അജണ്ടയായി വരെ ചിലർ കാണുന്നു. ചുരുക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി വേദലക്ഷ്മി പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന വാക്ക് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിൻ്റെ യഥാർത്ഥ ചിന്താഗതിയെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം ബിഗ് ബോസ് പോലുള്ള ഫാമിലി ഷോയിൽ ഇത് സോഫ്റ്റ് ചെയ്ത് നോർമലായി അവതരിപ്പിക്കുന്നത് പലർക്കും ഡേഞ്ചറസ് ട്രെൻഡായി തോന്നുന്നു. ഇനി എതിർക്കുന്നവർ പറയുന്നത് സ്വീകരിക്കാൻ കഴിയാത്തവർക്ക് സ്വീകരിക്കണം എന്ന് നിർബന്ധിക്കരുത്. ഫാമിലി ഷോകളിൽ ഇത്തരം കാര്യങ്ങളെ റിപ്പീറ്റഡായി പ്രൊമോട്ട് ചെയ്യുന്നത് കുട്ടികളുടെയും തലമുറകളുടെയും മനസ്സിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കും. ഇതൊരു കോപ്പിയുടെ വേർഡ്സാണ്, ബട്ട് ഇറ്റ്സ് 100% കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.